നമസ്തേ. ഇന്ന് നമ്മളൊരു മനുഷ്യന്റെ ഏകദേശം ഒരു ആയുസിന്റെ കണക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 100 വയസ്സോ 120 വയസ്സോ എന്നൊക്കെ പറയണ്ടേ, ഏകദേശം ഒരു കണക്കാണ്. അത്ര വരെ ജീവിച്ചിരിക്കണം എന്നില്ല, ജീവിച്ചുകൂടായികയില്ല. അപ്പോ ഒരു മനുഷ്യന് മാക്സിമം 40 വയസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 40 വയസ്സ് കഴിഞ്ഞപ്പോ മനുഷ്യൻ അത് പോരാ. ഏറ്റവും കൂടുതൽ ആക്രാന്തം കൂടി ജീവിയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ മാറിയിരുന്നു. ഇനി അടുത്ത് വരുമ്പോൾ ആരെങ്കിലും നോക്കി നോക്കാം പറഞ്ഞു. അപ്പൊ അടുത്ത് രണ്ടാമത് വന്നിരിക്കുന്നത് ഒരു മൂരിയാണ് വന്നിരിക്കുന്നത്. മൂരി വന്നു, മൂരിക്കും കൊടുത്തു 40 കൊല്ലം ജീവിക്കാനായിട്ട്. മൂരി പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട കേട്ടോ, ഈ ഭാരം വലിച്ച് നടക്കാനായിട്ട് ഒരു പകുതി മതി, ഒരു 20 കൊല്ലം ധാരാളമാണ് പറയുന്നത്. അങ്ങനെ മൂരിക്കും കൊടുത്തു 20 വയസ്സ്. അപ്പൊ അതിൽ 20 ബാക്കിയുണ്ട്. അപ്പൊ മനുഷ്യ അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. ആ 20 എനിക്ക് വേണമെന്ന് പറയണ. ശരി ആയിക്കോട്ടെ, അതും കൊടുത്തു. അത് കഴിഞ്ഞ് മൂരി പോയി. പിന്നെ മൂന്നാമത് വന്നത് ഒരു നായയാണ് വന്നത്. മൂരിക്ക് ശേഷം വന്നത് നായ വന്നപ്പോൾ പറഞ്ഞു, നായോട് പറഞ്ഞു എത്രയാണ് പറഞ്ഞു. നായ്ക്കും കൊടുത്തു 40 വയസ്സ് കൊടുത്തു. അയ്യോ എനിക്ക് കാവല് കിടക്കാനോ കാര്യങ്ങളൊന്നും എനിക്ക് വയ്യാട്ടോ, എനിക്ക് 20 വയസ്സ് ധാരാളം മതി, അങ്ങനെ ധാരാളമാണ്, കൂടുതൽ വേണ്ട പറഞ്ഞു. അതിൽ 20 ബാക്കിയുണ്ട്. അതും മനുഷ്യൻ വിളിച്ചു, അത് ഇക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 40, 60, 80 വയസ്സായി. അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു വാനരനാണ് വന്നിരിക്കുന്നത്, കുരങ്ങൻ. വന്നു കഴിഞ്ഞു കുരങ്ങൻ വന്നപ്പോൾ പറഞ്ഞു, കുരങ്ങനും കൊടുത്തു 40 വയസ്സ് പറഞ്ഞു. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ട കേട്ടോ, എല്ലാ ജീവികൾക്കും സ്വന്തമായിട്ടൊരു വീടുണ്ട്, എനിക്ക് അതുമില്ല. ഈ മഴ കൊണ്ട് അങ്ങടി ചാടി ഇങ്ങടി ചാടി നടക്കണം, അതാണ് എൻ്റെ ജീവിതം. എനിക്ക് 20 കൊല്ലം വേണ്ടായിരുന്നില്ല, പക്ഷെ അത് തന്നാലും ഇവരൊക്കെ 20 എന്ന് പറയുമ്പോൾ എനിക്കും ശരി 20 ധാരാളമായി പറഞ്ഞു. ഈ ആക്രാന്തം കൂടി മനുഷ്യൻ പറഞ്ഞു, അതും വേണം എനിക്ക് പറഞ്ഞു. അപ്പോൾ 80, 20, 100ആയി. പിന്നെ വന്നിരിക്കുന്നത് മൂങ്ങയാണ് വന്നിരിക്കുന്നത്. മൂങ്ങ വന്നിരുന്നു. മൂങ്ങോടും ചോദിച്ചു, എന്താ വേണ്ടത് ചോദിച്ചു. അല്ല ഇവരൊക്കെ വന്നിരുന്നു, അതുപോലെ എന്താണ് ആയിക്കോട്ടെ. മൂങ്ങയ്ക്കും കൊടുത്തു 40 വയസ്സായിട്ട് 40 കൊല്ലം ജീവിച്ചോളൂ പറഞ്ഞു. അയ്യോ ഇത് തീരെ വേണ്ട, പകലാണെങ്കിൽ കണ്ണും കാണില്ല, ആര് ചോദിച്ചാലും ഒന്നുമില്ല, ഈ മൂളാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ, വേറെ ഒന്നിനും പറ്റില്ല, അങ്ങനത്തെ ഒരു ജീവിതമാണ് എൻ്റെ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിലും 20 ബാക്കിയുണ്ട്. അത് മേടിച്ചു മനുഷ്യൻ 120 വയസ്സായി. അപ്പോ ഈശ്വരൻ ദേഷ്യം വന്നു, അതെ ഇനി മതി, 120 വയസ്സായില്ലേ, എല്ലാവരെയും മേടിച്ച് പറ്റിയില്ലേ, ഇനി മതി, ഇനിയില്ല, മനുഷ്യനും പോവാം മൃഗങ്ങൾക്കും എല്ലാവർക്കും പോവാന്ന് പറയണം. അങ്ങനെ 120 വയസ്സ് ഒരു കണക്കൂട്ടിൽ, ബാക്കിയുള്ള വയസ്സുകൾ 80 വയസ്സിന്റെ ജീവിതം എന്ന് കണക്കൂട്ടാം. 40 വയസ്സ് വരെ അവന് ആരോഗ്യനായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാം. അത് കഴിഞ്ഞ് അവന് മൂരിയുടെ 20 കൊല്ലത്തെ ആയുസ്സാണ്. ഭാരം വലിക്കുക, ലോൺ അടയ്ക്കണം, മക്കളെ നോക്കണം, കുടുംബം നോക്കണം, ആ ഭാരം വലിച്ചുകൊണ്ട് കിടക്കുക തന്നെയാണല്ലോ. അതാണ് മൂരിയുടെ ആയുസ് കിട്ടിയത്. അത് കഴിഞ്ഞ് 60 കഴിഞ്ഞു. പിന്നെ കിട്ടിയത് നായയുടെ ജന്മമാണ്. കാവല് കിടക്കുക, ആര് വന്നു കഴിഞ്ഞാലും കുറയ്ക്കാതെ വിടുക ചെയ്യുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 60ആയി. കഞ്ചിയും തൂക്കി വൈകുന്നേരം പോവാണ്. ഇപ്പോൾ അയലോക്ക് എവിടേക്കാ പോണേ? അത് എന്ന് മോളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അവല്ല, അവിടേക്ക് പോയിട്ട് അവിടെ ആരും ഇല്ല. അപ്പൊ അവൾ ഒറ്റയ്ക്കുള്ളോ, അപ്പൊ അവിടെ നിൽക്കാൻ പോവാണ്. ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ, പോവാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചോദിച്ചു, ഇന്ന് എവിടേക്കാ, ഇന്നലെ മോളുടെ അവിടേക്കാ പോയത്. ഇല്ല, മോന്റെ ഭാര്യ വീട്ടിലേക്ക് പോവാണ്, മോൻ അവിടെ ഇല്ല താമസിക്കണേ, അവൻ എവിടേക്കോ ഇന്റർവ്യൂ കാര്യങ്ങളായിട്ട് പോവാണ്, അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കാവല് കിടക്കലാണ് നായയുടെ 20 കൊല്ലം മനുഷ്യന് കിട്ടി. അത് കഴിഞ്ഞ് 80 വയസ്സ് കുരങ്ങന്റെ കൊല്ലങ്ങളാണ് കിട്ടിയത്. 20 വയസ്സിന്റെ ആയുസാണ് കിട്ടിയത്. അപ്പോഴേക്കും ആളുകളോട് കൂടിയിട്ട് സ്വത്തും മുതലൊക്കെ ഓരോരുത്തർക്ക് പങ്കുവെച്ചു കഴിഞ്ഞു. ഭാര്യയ്ക്ക് വേറെ, മക്കൾക്ക് വേറെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ഒന്നുമില്ല. അപ്പോ മത്സരായി, വയസ്സായല്ലോ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞു, അതേ ആ പടിക്കുപാറ പൊന്നാന്നാ പറഞ്ഞത്, അത് നിനക്കെടുത്തില്ലേ, അപ്പുറത്ത് എന്താ പറയുക വിത്ത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ, 100 മേനി വിളവാണ് അവിടെ നിന്നിരുന്നത്, അത് അവൾക്ക് കൊടുത്തില്ലേ. ഒരു കാര്യം ചെയ്യേ, 4 മാസം നീ നോക്ക്, 4 മാസം നീ നോക്കാണ്. അത് കുരങ്ങന്റെ ജന്മ, അങ്ങടി ചാടുക ഇങ്ങടി ചാടുക, ഇങ്ങടി ചാടുക അങ്ങടി ചാടുക, അങ്ങനെ ഇത് കഴിഞ്ഞു.
അത് കഴിഞ്ഞു, വയസ്സായി, 100 വയസ്സായി. ആയുസ് കഴിഞ്ഞ് തീർന്നിട്ടില്ല കേട്ടോ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും തിന്നാനോ ഈ മക്കൾ കൊണ്ടുപോയി കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് മക്കളുടെ മക്കളും പേരക്കിടങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, മരുമക്കളും ഉണ്ടായിരിക്കും. അപ്പോഴാണ് ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ്. കണ്ണ് കാണില്ല ചെടും കേൾക്കില്ല, മൂങ്ങയുടെ ജന്മാണ്. അച്ഛാ, ധാരാ വന്നിരിക്കണ മനസ്സിലായോ? ഞാനാ കൗസല്യ. ആ, അവളേക്ക് മകൻ വന്നു കഴിഞ്ഞു. അച്ഛാ, എന്നെ മനസ്സിലായോ? ഞാനാ ദാമോദരനാ. അപ്പൊ അങ്ങനെ ഈ മൂങ്ങയുടെ ജന്മം എന്ത് ചോദിച്ചാലും ഈ മൂളക്കം മാത്രമേ ഉള്ളൂ. അപ്പൊ 120 വയസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയാണ് അതിന് ജീവനും പോണില്ല, കൊണ്ടുപോകണില്ല. അങ്ങനത്തെ ഒരു ജന്മമായി മാറി. എന്തെങ്കിലും കുറവും കൂടെ ക്ഷമിക്കുക എന്നുള്ളതാണ്.